എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് പെദ്ദി സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് വന്നിട്ടുണ്ട് കേട്ടോ. രാം ചരൺ നായകനാവുന്ന സിനിമയാണ്. ഇന്ന് രാം ചരണിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഞാൻ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആദ്യം വന്നത്. റിട്ടേൺ 6ന്റെ കുറവല്ലേ? റിട്ടേണിൽ 6 ശരിക്കും 6ന്റെ അല്ല, ഒരു എല്ലിന്റെ കുറവായിരുന്നു വേണ്ടത്. അല്ല ആ 6 എന്തിനാ മനഃപൂർവ്വം കുറച്ചെന്ന് രാം ചരൺ 6. ഞങ്ങൾ രണ്ടുപേരും ഒരേ ലുക്കാണ്, ഒരേ കഴിവാണ്, ഒരേ കഴിവാണ്. ശരിയാ, സംഭവിച്ചു. ഞാൻ അതെ അതെ അതെ, വളരെ ഉയരത്തിലാ. മറ്റേ കഴിഞ്ഞ സിനിമയിലായിരുന്നു ഭയങ്കര ഉയരത്തിലെത്തിയ ആളായിരുന്നു. അതായത് RRRലൂടെ ഒക്കെ. അതിനുശേഷം ഒരു സിനിമ ശങ്കറിന്റെ കൂടെ ചെയ്തു. അതോടുകൂടി ആ എത്തിയോടുന്ന ഒരൊറ്റ പോലെ അതാവട്ടെ. സിനിമയാകുമ്പോ പൊട്ടും വിജയിക്കും. അല്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് പൊട്ടാനുള്ള കാരണം ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു 6ല്, ആ 6ല് ഒരു സാമ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുണ്ട്. കാരണം എന്താണെന്നറിയോ, ആ സമയത്ത് കുറെ അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്ന സമയത്ത് രാം ചരണിന്റെ പോലെയാണല്ലോ റഫത്ത് യൂട്ടി, അങ്ങനെ കുറെ കമന്റ്സ് കേറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ഉറപ്പിച്ചാ മൂപ്പരുടെ ഗതി കണ്ടോരില്ല. ഞാൻ ആദ്യം കരുതി എന്തിനാ രാം ചരണിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവർക്കറിയാം, ഞാൻ രാം ചരണിനെ ഒന്നും ടാർഗറ്റ് ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ ഇവിടേക്കേ വരുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല മാച്ചാട്ടോ നിങ്ങൾ രണ്ടുപേരും. ഫേസ് ഭയങ്കര സാമ്യമുണ്ട്. ഇനി ദയവ് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഇനി ഞാനും മൂപ്പര് ഒരേപോലെ ഒന്ന് പറഞ്ഞോണ്ട് നടക്കരുത്, കേട്ടല്ലോ. ഞാനിത് പറഞ്ഞ് നിന്നെ ഒന്ന് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ്. സത്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നത്. അതൊരു സത്യം. ആളവൻ ചെറ്റാണെങ്കില് സത്യം മാത്രമേ പറയുള്ളൂ. ഓക്കെ, എന്തായാലും ബുച്ചി ബാബു സന സംവിധാനം ചെയ്ത് രാം ചരൺ നായകനാവുന്ന സിനിമയാണ്. ജാൻവി കപൂർ ആണ് നായിക. സിനിമ ഏപ്രിൽ 30 റിലീസിനെത്തുകയാണ്. A.R. റഹ്മാനാണ് മ്യൂസിക്. പൊളി. എന്തായാലും ആൾറെഡി ഒരു ഗ്ലിംസ് വന്നതായിരുന്നു ഇതിന് മുൻപ്, കഴിഞ്ഞ ബർത്ത്ഡേക്ക്. കഴിഞ്ഞ ഒരു വർഷമായി, ഒരു കൊല്ലായി. അല്ല, ഇത് എത്ര വർഷമായി സിനിമ തുടങ്ങിയിട്ട്? ശരിയാ, നല്ല ടൈമായി. എന്തായാലും നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. ക്രിക്കറ്റും ഗുസ്തിയും തമ്മിൽ മിക്സ് ചെയ്ത സംഭവമാണെന്ന് തോന്നുന്നു. മൊത്തം സ്പോർട്സ് ഐറ്റംസ് ആണ്. എന്തായാലും ഇന്നലെ വന്ന പോസ്റ്ററിൽ അത് വ്യക്തമാണ്. ഒരു പ്രത്യേകതരം ഗത, അത് എന്ത് ഗുസ്തിയാണ് അതിന് പറയാം? ഗോദ അല്ല, ഗാട്ട ഗുസ്തി അല്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ദങ്കലിലൊക്കെ ഉള്ള പരിപാടിയാണ്. പക്ഷെ അതിന് ഗതൊന്നുമില്ലല്ലോ. ഗത എടുക്കുന്നവരുണ്ട്, അങ്ങനെയാണ് തോന്നുന്നു. അറിഞ്ഞൂടാ. അതോ ഇനി ഗത ശരിക്കും മറ്റേ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണോ? അവരുടെ എക്സസൈസിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമല്ലേ? അതെടുത്തിട്ട് അടിയൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെയല്ലേ? അത് ആ ഗത പോലത്തെ മറ്റൊരു വേറെ സാധനം കൂടി ഉണ്ടല്ലോ. അതും ആളെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ സാധനം, ആ സാധനമാണ് യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇത് വെച്ചിട്ട് അടിക്കുന്ന അങ്ങനത്തെ ഒരു സീനൊന്നും, അങ്ങനത്തെ ഒരു മലക്കോട്ട വാലിബലും ഇതില്ലല്ലോ. ഇങ്ങനത്തെ സാധനം എടുത്തിട്ട് യൂസ് ചെയ്യില്ല. കട്ടാകുസ്തി ആണെങ്കിലും തമ്മിൽ കൈയും കാലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവമല്ലേ. എന്തായാലും ഗ്ലിംസ് വന്നിട്ടുണ്ട്. 3 ഭാഷയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തെലുങ്ക് കാണാം. തെലുങ്ക് മനസ്സിലാവും നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഷയിലേക്ക്. എനിക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ അധികം ആവശ്യം വരില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരുന്ന അർത്ഥം കേട്ട് കഴിയുമ്പോ അവിടെ തീർന്നോളണം, പിന്നെ നിർത്തിക്കോളണം. ఓకే, కుస్తీ అంటే బంతితో బ్యాట్కి ఎదిరెళ్ళే ఆట కాదురా, കുസ്തി అంటే ఎదిరెళ్ళే ఆట. ఓ ఏందడా బోడి, നല്ല പണി എടുത്തിട്ടുണ്ടോ? ఇప్పుడు చెప్పు, ఉంటావా పోతావా? చూడమే ఆటే నా పొగరు, പേര് പെദ്ദി. ആനന്ദ പേരാണ്. പഹൽവാനോ? പെഹ്ൽവാൻ. പഹൽവാൻ അങ്ങനെയാണ് അതിന്റെ ഒരു പേര്. പെഹൽവാൻ, വല്ലാത്തൊരു പെദ്ദി പെഹൽവാൻ, അതാണ് നൈസ് നെയിം. ഓക്കേ, റെഡി. അടുത്തത് ഇതെല്ലാം കറക്റ്റ് സെറ്റ്.
നല്ല പണിയെടുത്തിട്ടുണ്ട് ബോഡിയിൽ. അത് RRRന് വേണ്ടിയിട്ടും ആള് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടിലും ബൾക്കായിട്ടുണ്ട്. പിന്നെ കുറെ ആംഗിള് ക്യാമറ വെക്കുന്നതിന്റെ ഒക്കെ തോന്നും ഭയങ്കര സൈസ്. ഒരിക്കലും അല്ല, ആകെ മോന്ത മാത്രമേ ചെറിയ കട്ടുള്ളൂ. ബാക്കി സ്വഭാവം ഉന്നതൻ എന്നുള്ള രീതിയിൽ ഈ നമ്മള് ഇപ്പം ഈ രാംചരന്റെ സ്വഭാവമൊക്കെ വെറും ചെറ്റ സ്വഭാവമായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം അംഗീകരിച്ചു കൊടുത്തേക്കണേ. രാംചരന്റെ സ്വഭാവം പക്ക ഡീസന്റ് ആണ്, അതാ പ്രശ്നം. അതുകൊണ്ടാണ് എനിക്കിത് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നത്. அதாയിരിക്കും ஒന്നുകൂടി നല്ലത്. குஸ்தினா பேட்டை தூக்கிக்கிட்டு பந்தை எதிர்த்து நிக்கிற ஆட்டம் இல்லல, உயிரை பழைய வச்சு சாவு எதிர்த்து நிக்கிற ஆட்டம். ക്രിക്കറ്റ് പോലത്തെ കളിയല്ല ഇത്, ഉയിര് കൊടുത്തിട്ടുള്ള കളിയാണ്. ക്രിക്കറ്റ് കളിക്കാരനായിട്ടുള്ള സമയത്ത് ശേഷം ഈ രീതിയിലേക്ക് മാറുന്ന இப்ப சொல்லுங்க, களத்துல இறங்குறியா விலகுறியா? ഇതൊക്കെ അവന് ബാറ്റ് പിടിക്കുന്നത് പോലെയാണ്. ആട്ടം താമലയും തിമിര് അഹങ്കാരം. തിമിരെന്ന് പറഞ്ഞ അഹങ്കാരം, തിമിരെന്ന് പറഞ്ഞ അഹങ്കാരം എന്നാണ്. ആണോ? ആ, തിമിരെന്ന് പറഞ്ഞ പ്രാന്താണ്. ആണോ? എനിക്കറിഞ്ഞൂടാ, അത് പറഞ്ഞാൽ മതി. ആര് പറയണ ശരിയെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, മലയാളം കാണാം. മലയാളം കാണാം. ബാറ്റ് കൊണ്ട് ബോളിനെ എതിർത്ത് നിൽക്കുന്ന കളിയല്ല, ജീവൻ കൊടുത്ത് മരണത്തെ എതിർക്കുന്ന കളിയാ. നല്ല ഡബ്ബിങ്ങുള്ള മലയാളം, നല്ല സൗണ്ട്. ഇനി പറ, കളത്തിലിറങ്ങുന്നോ പിന്മാറുന്നോ? ഞാൻ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രം. തിമിരില്ലല്ലോ, ജയിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞത്. അതെന്തത് തമിഴിൽ മാത്രമേ ഭ്രാന്തുള്ളൂ, അല്ലാത്ത സമയത്ത് തിമിരില്ല. ജയിക്കാൻ വേണ്ടി മാത്രം. സാധനടാ, ഇങ്ങനത്തെ ഒരു ആവേശം കാണിക്കൂലേ, ആ സാധനമാണ് തിമിരെന്ന് പറയുന്നത്. എണ്ണ തിമിറിടാ നിനക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രാന്താണോന്നല്ല, നിനക്ക് എന്തൊരു അഹങ്കാരാടാ എന്നുള്ള സാധനമാണ് വരുന്നത്. ആ, പക്ഷെ എന്നാലും എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ല, പ്രാന്തിന് വേറെന്തൊരു വേർഡുണ്ടാ. ശരിയാ. ഓക്കെ, എന്തായാലും നൈസ് വൺ. നല്ല ബൾക്കുണ്ട്, ശരീരം ഒരു രക്ഷയില്ല, സൂപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ടീച്ചറിനെ കുറിച്ച് അഭിപ്രായം പറയാൻ വന്നിട്ട് വന്നപ്പോൾ തുടങ്ങി, അതായത് വന്നപ്പോഴല്ല, ഇത് കാണാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ്. രാംചരന്റെ ശരീരം സൂപ്പറാണ്, ഇത് മാത്രമുള്ളൂ ഇതിനകത്ത്. അതല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് മ്യൂസിക് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. മാസ ഫീൽ കിട്ടിയതിനെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അല്ല, റഹ്മാനെ ഇത് ചെയ്യല്ലോ, റഹ്മാനെ ലെജൻഡിനെ വണങ്ങിക്കൊണ്ട് തന്നെ പറയണേ. ഇത് എനിക്ക് കുഴപ്പമില്ലാട്ടാ തോന്നിയത്. അതെന്താന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന സാധനമല്ലേ, അതുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഭയങ്കര മാസ് സാധനം വരുന്ന സമയത്ത് നല്ല കിടലായിട്ടുണ്ടാവും സിനിമയില്. എനിക്ക് ഡൗട്ട് ഉണ്ട്, ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. സംശയം വളരെ നല്ലതാണ്, എപ്പോഴും ഉണ്ടാവണം ആ സംശയം. ഇതിപ്പോ നമ്മുടെ മലയക്കോട്ടെ വാലിബൻ ചെയ്തിരുന്ന രീതി, അതിന്റെ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ അതിൻ്റെതും ഇതുപോലെ തുടുകൊട്ടും തപ്പും. വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് ഒരു തുടി ഒരു കൊട്ടുകൂടി ഉണ്ട്, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത കൊട്ട് വന്നിട്ടുള്ളത്. അത്ര വ്യത്യാസമുണ്ട്. ഇത് അടുപ്പിച്ചാണെങ്കിൽ ഇത് കൊട്ടുന്നുണ്ടല്ലോ, അടുത്തടുത്ത ഒരു റിതുണ്ട്. മറ്റത് അതില്ലായിരുന്നു, ഒരെണ്ണം കൊട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാത്തിരിക്കണം അടുത്ത കൊട്ട് വരാൻ വേണ്ടിട്ട്. പിന്നെ കഴിഞ്ഞിട്ട് ആ ഒരു വ്യത്യാസം ഇതിന് നന്നായിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷെ അത് അടുപ്പിച്ച് വെച്ചെന്നുള്ളൂ. പക്ഷെ അടുപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെതായ ഒരു നേരത്തെ പറഞ്ഞ ഒരു റിതം, ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടില്ല.
എനിക്കത് കിട്ടിയില്ല. പക്ഷെ രസമുണ്ട് കേട്ടോ, ടീസർ രസമുണ്ട്. അയാളുടെ മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോൾ ഇത് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഉണ്ടോ, അതായത് ടീസറിന് വേണ്ടിയിട്ട് ഒരിക്കൽ ഒരു സംഭവമായിരിക്കണം. രണ്ട് വിഷനിൽ കാണാൻ പറ്റും. അതെ, ഇത് അതായത് ഇത് സിനിമയിലേക്ക് വരുമ്പം ഈ സീനുകളൊക്കെ കിടലനായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളത്തില് മ്യൂസിക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു തെലുങ്ക് മൂവിയില് പടത്തില് വരുമ്പോ ഭീകര മ്യൂസിക് ആയിരിക്കും. എന്താ പറയാ, ചില സമയങ്ങളിലെ ഇത് ആ രീതിയിലാണ്, അതുകൊണ്ട് ഈ ഒരു മൂഡ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സംഗതി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മാറ്റി അത് നോക്കണ്ട, ശരിക്കും അങ്ങ് കത്തിച്ചാൽ മതിയെന്ന് തോന്നും. അതൊരു സത്യം അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് ടീച്ചറിന് വേണ്ടി മാത്രം ചെയ്തൊരു സംഭവം ആയിരിക്കും അത്. സിനിമയില് ഭീകര സീനുകളായിരിക്കും. ഒന്ന് ആലോചിച്ച്, എന്തൊരു ഷോട്ടുകളാണ്, എന്തൊരു ഭീകര ആ സ്വാഗും സ്റ്റൈലൊക്കെ എന്താണ്. സത്യം കറക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന സാധനം കണ്ടില്ലേ ആ സമയത്തൊക്കെ. അതിന് ഭീകരമായിട്ട് ചിന്തിച്ചു നോക്ക് എന്ത് ലെവലാണ്. ഓക്കെ, അത് നീ പറയണ സാധനം ഓക്കെയാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഈ ജസ്റ്റ് ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീച്ചറിന് വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലാതെ അങ്ങനത്തെ ഒരു സീനൊക്കെ കൊണ്ടിട്ട് അതൊരു തെലുങ്ക് മൂവിയിൽ ഈ ഒരു സാധനം ഇട്ട് വെക്കുവോ? റഹ്മാൻ ഇട്ട് വെച്ച് കഴിഞ്ഞു. ഇട്ട് വെച്ചു ഞാൻ കണ്ടത്. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സാധനം കൊള്ളാം. എന്നായിരുന്നു ഏപ്രിൽ 30 സിനിമ റിലീസ് എത്തുന്നത്. ഒരുപാട് സിനിമകൾ ഇതിന്റെ കൂടെ ക്ലാഷിനുണ്ട്. തമിഴിൽ നിന്ന് ധനുഷ് വരുന്നുണ്ട്, ഏത് മറ്റേ കരകൊണ്ട്. പിന്നെ കന്നഡയിൽ നിന്ന് DC വരുന്നുണ്ട്, ധ്രുവ സർജ. അതിനെ മാറ്റിക്കോളും, അങ്ങനെ മാറ്റാനുള്ളതാണ്. കുറേ കഴിഞ്ഞ വർഷം മുതൽ റിലീസ് തുടങ്ങിയതാ, മാറ്റിക്കൊണ്ടേയിരിക്കുന്ന മാറ്റിക്കോളും സിനിമയാണ്. നോ പ്രോബ്ലം. ഓക്കെ, എന്തായാലും നൈസ് വൺ. യെസ്, അപ്പോൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.